എൻ്റെ അമ്മേ സ്വർഗീയ റാണി വന്നിടുമോ എന്നരികിൽ താരാട്ടുപാടി ഉറക്കിടുവാൻ അമ്മേ മാറോടു ചേർക്കാൻ വന്നിടുമോ ഹൃദയത്തിൽ വചനം ഗ്രഹിച്ചവൾ മേരി ലോകത്തിൻ രക്ഷകനു ജന്മമേകി അമ്മേ എനിക്കായി പ്രാർത്ഥിക്കണേ. ഈ പാട്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആദ്യമായി ഈ പാട്ട് ആരാധനയിൽ വെച്ച് കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ ഈശോയുടെ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ഈശോയുടെ പാട്ടും എഴുതി തരണമെന്ന്. അത് ഒരു പാട്ടും കൂടി വേറെ എഴുതി വന്നു. അന്ന് മുതൽ പരിശുദ്ധ അമ്മ എൻ്റെ സഹനത്തിൻ്റെ നിമിഷത്തിൽ അമ്മേൻ്റെ കൂടെ കടന്നു വന്ന് ഒത്തിരി പാട്ടുകൾ എഴുതാനായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒത്തിരി പാട്ടുകൾ ഞാൻ എഴുതി. ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് കരിസ്മാറ്റിക് കൗൺസിലിംഗ് രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന തൃശൂർ സ്വദേശിനിയായ ആനിച്ചേച്ചിക്ക് പറയാനുള്ളത്, തൻ്റെ ജീവിതത്തിന് താങ്ങും തണലുമായി മാറിയ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുനാൾ മുതൽ കൂടെയുള്ള രോഗാവസ്ഥകളിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. തന്നെ ഇത്രത്തോളം കരുതിയ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിരവധി മരിയൻ ഗീതങ്ങൾ ഉൾപ്പെടുത്തി മേരി ദ മദർ ഓഫ് ഗോഡ് എന്ന ഗാനസമാഹാരം പ്രകാശനം ചെയ്യുകയുണ്ടായി. ഈ ഗാനസമാഹാരം സൃഷ്ടിക്കുവാനും പരിശുദ്ധ അമ്മ തന്നെയാണ് സഹായിച്ചതെന്ന് ആനിച്ചേച്ചി ഏറ്റുപറയുകയാണ്. ഞാൻ പരിശുദ്ധ അമ്മ ജനിച്ച മാസമാണ് ഞാൻ ജനിച്ചത്. സെപ്റ്റംബർ 26-ാം തീയതിയാണ്. എൻ്റെ അമ്മ കാത്തിരുന്ന്, മക്കളില്ലാതെ കാത്തിരുന്ന് കിട്ടിയ മകളാണ് ഞാൻ എപ്പോഴും എൻ്റെ അമ്മാമ്മയും എൻ്റെ അമ്മയും പ്രാർത്ഥിക്കുന്നത് പോലെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് എൻ്റെ ഏത് ദുഃഖങ്ങളിലും ഏത് വേദനകളിലും അമ്മയെ ഞാൻ കൂട്ടുവിളിക്കാറുണ്ട്. അമ്മേൻ്റെ കൂടെ കടന്നു വരണമേ. എൻ്റെ സഹനങ്ങളിൽ ഈശോ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വഴികാട്ടിയായത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. എൻ്റെ ഏത് ദുഃഖത്തിലും എന്നെ താങ്ങും തണലുമായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ വേദനകളിൽ എനിക്ക് ആശ്വാസം തരാറുണ്ട്. ഓരോ രോഗങ്ങൾക്കിടയിലും എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ആർക്കും ഇഷ്ടമില്ലാന്ന് തോന്നിയ വ്യക്തിയാണ്. ആ സമയത്തെല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജപമാല ചൊല്ലി, ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ആയുധമാണ് ജപമാല. ആ ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും ഞാൻ കാഴ്ചവെക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ സഹിച്ചതുപോലെ എൻ്റെ സഹനങ്ങളിൽ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകളായി അമ്മ എന്നെ അവിടുന്ന് വഴി നടത്താൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ അതുപോലെ എന്നെ വഴി നടത്തി തരാറുണ്ട്. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുന്നവരെ അമ്മ എന്നും സംരക്ഷിക്കും എന്നതിന് തെളിവാണ് ആനിച്ചേച്ചിയുടെ ജീവിതം. തൻ്റെ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ ഇടപെട്ട മാതാവിനെയാണ് ആനിച്ചേച്ചി പങ്കുവെക്കുന്നത്. ജപമാല ശക്തിയേറിയ ആയുധമായി ഉപയോഗിക്കുകയാണ് ആനിച്ചേച്ചി. എൻ്റെ സഹോദരന് ഞങ്ങൾക്കൊരു വീട് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വീടായിരുന്നുള്ളത്. ആ വീട്
വലുതാക്കണമെന്ന് ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. വീടിന് ജപ്തി നോട്ടീസിൻ്റെ പക്കത്ത് വരെ എത്തിയതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സഹോദരൻ ആ കടങ്ങളൊക്കെ വീട്ടുവാനുള്ള ദൈവകൃപ സഹോദരൻ നൽകി. സഹോദരൻ്റെ പേര് ജോസഫ് എന്നാണ്. എന്നെപ്പോലും എൻ്റെ സഹോദരികളെപ്പോലും എൻ്റെ സഹോദരൻ ജോസ് നന്നായി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു. അങ്ങനെ ആ കടബാധ്യത വീട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈശോ ഒരു വീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ നല്ലൊരു വീട് പണിയാനായിട്ട് കൃപ തന്നു. അതുപോലെ എൻ്റെ ആങ്ങളയ്ക്ക് ഒരു ദിവസം മീനില്ല, മീൻ കച്ചവടത്തിന് പോയി, അവന് മീനില്ല. ഞാൻ കണ്ട കാഴ്ച, വേളങ്കണ്ണി അമ്മ എൻ്റെ ആങ്ങളയുടെ വണ്ടിയുടെ അടിയിൽ വന്ന് നിൽക്കുക. എൻ്റെ ആങ്ങള ജോസിൻ്റെ വണ്ടിയുടെ അടിയിൽ കടൽക്കരമ്മ എന്നാണ് എൻ്റെ ആങ്ങളയുടെ വണ്ടിയുടെ പേര്. ആ വണ്ടിയിൽ അവിടെ പരിശുദ്ധ അമ്മ വന്ന് നിന്നിട്ട് പറയുക, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി കര ഉയർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കര ഉയർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ജോസ് നിനക്ക് ഇന്ന് മീൻ കിട്ടും, ധാരാളമായിട്ട് മീൻ കിട്ടും. പരിശുദ്ധ അമ്മയോട് ഈശോട് നീ പ്രാർത്ഥിച്ച് മീൻ പൊക്കോന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മ എൻ്റെ ആങ്ങളയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ സഹോദരന് ചെയ്തു കൊടുത്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരിയുടെ ഒരു കുഞ്ഞ് പ്രസവിച്ചു. ആ കുഞ്ഞ് പ്രസവിച്ച് 10 മാസത്തോളം ബെഡ് റെസ്റ്റ് ചെയ്തിട്ട് ആ കുഞ്ഞ് പ്രസവിച്ച് ഒരു ദിവസമായപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു. വീണ്ടും രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി എൻ്റെ അനിയത്തി ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞ് ശരിക്കും ഒരു എലിക്കുട്ടിയുടെ അവസ്ഥയായിരുന്നു. ഞങ്ങൾ കുടുംബമടക്കം പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ അഞ്ചത്തിയുടെ മകൻ ഇന്ന് 19 വയസ്സായി ജോലിക്ക് പോവാം. മാതാവിൻ്റെ വലിയ കൃപയിൽ അവനാണ് എൻ്റെ വീട്ടിൽ എനിക്ക് കൂട്ടിന് വന്ന് കിടക്കുന്നത്. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും അമ്മയോട് ചോദിക്കും, അമ്മ ഇന്ന കാര്യം എൻ്റെ മക്കൾക്ക് ഉണ്ടിട്ട് അമ്മ, എൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കില്ലേ, എൻ്റെ വേദന അമ്മ കേൾക്കില്ലേ? ഞാൻ കണ്ണീരോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ എല്ലാം കേട്ട് അമ്മ എനിക്ക് ഉത്തരം നൽകാറുണ്ട്. ചെറുതും വലുതുമായിട്ട് 16 ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പറേഷന് എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയുള്ള ഓപ്പറേഷനുകളാണ്. ആദ്യം എന്നെ ഓപ്പറേഷൻ ചെയ്ത് തൈറോയിഡിൻ്റെ ഓപ്പറേഷത്തിനും എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. വീണ്ടും എൻ്റെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ, അത് 1 രൂപ പോലും ഇല്ലാതെയാണ് ഞാൻ ആസ്പത്രിയിലേക്ക് കടന്നുപോയത്. ആ സമയത്താണ് എനിക്ക് എൻ്റെ ആത്മീയപിതാവ് വന്ന് എന്നെ ജപമാലയിലൂടെ എനിക്ക് ശക്തിപ്പെടുത്തി തരുകയും ഇന്ന് മരിച്ചുപോയ എൻ്റെ സിസ്റ്റർ മരിയ, സിസ്റ്ററിലൂടെ എൻ്റെ ഓപ്പറേഷൻ പൈസയും അതുപോലെ എല്ലാ കാര്യം സിസ്റ്റർമാരും എല്ലാവരും കൂടി അത് നടത്തി തന്നു. വീണ്ടും എനിക്ക് യൂട്രസിൻ്റെ ഓപ്പറേഷൻ വന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് 2.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ബൈപ്പാസ് ചെയ്യായാലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യായാലും 3 സ്റ്റെൻഡ് ഇടണം. അപ്പോൾ അതിനായാലും ഒത്തിരി 2.5 ലക്ഷത്തോളം പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ഞാൻ വേല ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ അരിയിലേക്ക് കടന്നു വന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ പ്രവർത്തിച്ചതുപോലെ എനിക്ക് ജീവൻ കിട്ടിയാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഓടി നടന്ന് വേല ചെയ്യും ഈശോയ്ക്ക് വേണ്ടിയിട്ടും. അതിന് എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലല്ലോ. ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ബലം
അന്ന് ഇടവപ്പള്ളിയിലുണ്ടായിരുന്ന വികാരിയച്ഛൻ ഫാദർ പെരുട്ടി സെബാസ്റ്റ്യൻ പെരുട്ടിലെ അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ഓപ്പറേഷനാണ്, എനിക്ക് പൈസ ഇല്ല അച്ഛാന്ന് പറഞ്ഞു. എൻ്റെ ഒരു അപ്പനെ പോലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാ സഹായം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ 10 പൈസ ഇല്ലാത്ത എൻ്റെ ഓപ്പറേഷൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോയുടെ കൃപയാൽ ഓപ്പറേഷന് എല്ലാ പൈസയും എനിക്കൊരുക്കി തന്നു. ഈ കാലുമത്തെ ഓപ്പറേഷന് ഞാൻ തിയേറ്ററിനുള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ വെച്ച് കാല് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഓർമ്മയില്ലാത്ത സമയത്താണ് ഡോക്ടർ പറയണത്, പരിശുദ്ധ അമ്മയുടെ കാൽവരി മലയിൽ സുധനോടൊപ്പം എന്നുള്ള പാട്ട് ഞാൻ ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ കിടന്ന് പാടിയെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന് അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഞാൻ പാട്ടുകാരത്തിയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എന്തേലും ചോദിച്ചു ഡോക്ടറോട്. നന്നായി പരിശുദ്ധ അമ്മയുടെ ഗാനം ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ കിടന്ന് പാടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്ക് തോന്നിയതാവും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കാൽവരി മലയിൽ സുധനോടൊപ്പം സകരക്ഷയായ അമ്മയെന്ന് ഉള്ള പാട്ടാണ് പാടിയതെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് പാട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ പാടിയൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെയും പരിശുദ്ധ അമ്മ എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് കടന്നു വന്നു. എന്നെ ആ കാലിൻ്റെ ഓപ്പറേഷൻ അത്ഭുതകരമായി അമ്മ ഈശോയുടെ മധ്യസ്ഥ ഈശോയും കൂടിയിട്ട് അവിടെ നിന്ന് അത് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി തന്നു. എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണെന്ന് എനിക്കറിവില്ലായിരുന്നു. ഞാൻ ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് പോയതാണ്. ഹാർട്ട് ആസ്പത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് എന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടറിലേക്ക് ഞാൻ കടന്നപ്പോൾ അവിടെ വെച്ച് എനിക്ക് ആദ്യം തന്നെ 3-4 തരം ടെസ്റ്റുകൾ ചെയ്തു. TMT ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ കുഴഞ്ഞു വീണു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എനിക്ക് വലിയ അറ്റാക്കിൻ്റെ അസുഖമാണ്, എന്നെ ഓപ്പറേഷൻ ചെയ്യണം, ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്നെ കൂടെയുള്ളവരും കൂടി അമല ആസ്പത്രിയിലേക്ക്, മിഷൻ ആസ്പത്രിയിലേക്കെല്ലാം എന്നെ കൊണ്ടുപോയി. അമല ആസ്പത്രിയിൽ വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡോക്ടറോട് ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി 365 ദിവസം ഞാൻ ധ്യാനിപ്പിക്കുന്ന വ്യക്തിയാണ് ഡോക്ടറെ. എൻ്റെ ഈശോയുടെ കൂടെ എൻ്റെ അമ്മ കടന്നു വരും. എൻ്റെ ഈ ഓപ്പറേഷൻ ബൈപ്പാസ് കൂടാതെ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അമേരിക്കയിലേക്ക് പോവണ്, ഞാൻ പോയി വരുമ്പോഴേക്കും ഇതിൻ്റെ തീരുമാനമെടുക്കണമെന്ന്. എന്നെ ഒരു നെഞ്ചിൻ്റെ ഡോക്ടർ കാട്ടി. ആ നെഞ്ചിൻ്റെ ഡോക്ടർ ഒരു ശ്വാസത്തിൻ്റെ ഒരു സാധനം എനിക്ക് വലിപ്പിക്കാൻ തന്നു. 8 പ്രാവശ്യം ആ സാധനം ഞാൻ വലിച്ചു. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഒന്നുമില്ല ഡോക്ടർ ജയിക്കുക, അല്ലെങ്കിൽ ഞാൻ ജയിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ചേച്ചീനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, ബൈപ്പാസ് ചെയ്താൽ 98% രക്ഷ കിട്ടില്ല, 2% മാത്രമാണ് രക്ഷ കിട്ടുള്ളൂ, ഞങ്ങൾക്കത് ചെയ്യാൻ ധൈര്യമില്ല, ഡോക്ടർ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് ചെക്കപ്പിന് ചെന്നപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നെ ഓർമ്മയൊന്നും കിടത്താണ്ടല്ലേ ചെയ്യുക, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. 2.5 ലക്ഷം രൂപയാണ് എൻ്റെ ഓപ്പറേഷന് ഡോക്ടർ പറഞ്ഞത്. പരിശുദ്ധ അമ്മ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി 10 പൈസ എൻ്റെ കയ്യിലില്ലാത്ത എനിക്ക് ഓപ്പറേഷൻ വളരെ അത്ഭുതകരമായിട്ട് പൈസയെല്ലാം തന്നു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ എന്നെ ചരിപ്പിച്ചിട്ടാണ് അത് ചെയ്തത്, ഓർമ്മയൊന്നും കെടുത്തില്ല. എനിക്കെല്ലാം അറിയാം.
ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, അമ്മ എൻ്റെ കൂട്ടിന് കടന്നു വരണമേ, ഈശോയുടെ അപ്പം എൻ്റെ അമ്മ കടന്നു വരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ ICUയിലേക്ക് കൊണ്ടുപോയി. ICU കൊണ്ടുപോയി 10-20 മിനിറ്റോളം എനിക്ക് ഒന്നും അറിയില്ല എന്ന് എൻ്റെ കൂടെയുള്ള ചേച്ചി പറയുന്നു, ഞാൻ മരിച്ചു. അതുപോലെ അവസ്ഥ, എനിക്കൊരു വിറയിൽ വന്നത് എനിക്കറിയാം, ഞാൻ കട്ടിലുമേ കിടന്ന് പൊന്തിയ അവസ്ഥ എനിക്കറിയാം. പക്ഷെ പിന്നെ എന്താണെന്ന് എനിക്കുണ്ടായതറിയില്ല. അങ്ങനെ ഡോക്ടർ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞിട്ട് 15-20 മിനിറ്റോളം ഞാൻ മരിച്ചു എന്നാണ് പറയുന്നത് ഡോക്ടർ. അത് ഒരു വലിയ കണ്ണ് തുറന്നപ്പോൾ വലിയൊരു മിഷ്യൻ പോലത്തെ ഒരു സാധനം എൻ്റെ അരിയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അന്ന് കണ്ണ് തുറന്ന നിമിഷത്തിൽ ഞാൻ കണ്ട 2 വ്യക്തികൾ ഈശോയുടെ ഒപ്പം പരിശുദ്ധ അമ്മയും കടന്നു വന്നുകൊണ്ട് എന്നെ ആകെ അടിതൊട്ട് മുടി വരെ ഒഴിഞ്ഞു. ഞാൻ എന്നെ കൂടെയുള്ള ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ജപമാല തായോടെ ചേച്ചിയെ, എനിക്ക് ജപമാല തായോ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ അമ്മോട്, എൻ്റെ അമ്മ എന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കണ്ണു തുറന്ന് ഇങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എൻ്റെ അരിയിൽ കടന്നു വന്നുകൊണ്ട് അവർ 2 പേരും കരയുന്നുണ്ട്. എനിക്കറിയില്ല എന്തിനാ ഇവർ കരയണേന്ന്. ഡോക്ടർ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അരിയിൽ വന്നിട്ട് മരിച്ചു പോയ പോലെ വന്ന സംഭവമാണ്, പരിശുദ്ധ അമ്മയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഞാൻ അമ്മയുടെ ജപമാല ചോദിച്ച് മുറുകെ പിടിച്ച് ഞാൻ ജപമാല ചൊല്ലി അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. സ്വാർത്ഥം നിറഞ്ഞ് മതിമറന്നു ഞാൻ ഈശോയിൽ നിന്നു അകന്നിടുമ്പോൾ, സ്വാർത്ഥം നിറഞ്ഞ് മതിമറന്നു ഞാൻ ഈശോയിൽ നിന്നു അകന്നിടുമ്പോൾ, ആരിൻ്റെ മോഹങ്ങൾ വ്യർത്ഥം എന്നോതി നമ്മെ വന്നിടണേ. വീണ്ടും അത് കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് വലിയ അറ്റാക്കുണ്ടായി. അറ്റാക്കുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയോട് എന്നെ ICUയിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ എനിക്ക് ഉള്ള രക്ഷപ്പെടില്ല എന്ന്. ICUയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചത്, എൻ്റെ വല്യമ്മയോട് ചോദിച്ചത്, വല്യമ്മ എനിക്ക് ജപമാല തായ വല്യമ്മ, ഡോക്ടർമാരിൽ വലിയ ഡോക്ടർ പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ അരിയിലേക്ക് കടന്നു വരും, വല്യമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക വല്യമ്മ എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു, ഒരു ഡോക്ടർ പ്രകാശ് എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് വലിയ അറ്റാക്കാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇനി അറ്റാക്ക് വരില്ല ഡോക്ടറെ, എന്താണെന്ന് വിചാരിച്ചാൽ എന്നെ ഒരു വട്ടം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വ്യക്തിയാണ്, വീണ്ടും അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചി ഇനിയും വരും. അങ്ങനെ എന്നെ ആദ്യം എന്നെ അത്യാഹിതത്തിൽ നിന്ന് മാറ്റി വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് വീണ്ടും ICUയിലേക്ക് കൊണ്ടുപോയപ്പോൾ കരഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, അമ്മേൻ്റെ അരികിലേക്ക് കടന്നു വായോ, ഉണ്ണീശോയുമായി അമ്മേൻ്റെ അരികിലേക്ക് കടന്നു വായോ, അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഇനി ഞാൻ വേല ചെയ്യും. എനിക്ക് ഞരമ്പ് കിട്ടാതെ ആ ICUയിൽ വെച്ചിട്ട് ഞരമ്പ് കിട്ടാതെ ഞാൻ ഒത്തിരി കരഞ്ഞു. അവർക്ക് ഞരമ്പ് കിട്ടുന്നില്ല ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട്. അവിടെ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആദ്യം കാലുമ്മ കൂടെ ഞരമ്പ് കിട്ടാനായിട്ട് അവിടെ ഞരമ്പ് സൂചി കയറ്റി. എനിക്കൊരു ഗുളിക കലക്കി തരാൻ പറ്റുള്ളൂ, അത് നാക്കിൻ്റെ അടിയിൽ വെച്ച് തരാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഈശോ പരിശുദ്ധ അമ്മയും കടന്നു വന്നുകൊണ്ട് ആ നേഴ്സുമാർ എനിക്ക് നാക്കിൻ്റെ അടിയിലേക്ക് വെക്കണ ഗുളിക കലക്കി തന്നു. അവർ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പരിശുദ്ധ അമ്മയോട് ഇത്തിരി ഇഷ്ടമുള്ള ചേച്ചിയല്ല, പരിശുദ്ധ അമ്മ ചേച്ചിയുടെ അരിയിലേക്ക് കടന്നു വരും. അവിടെ വെച്ച് ഞാൻ കാണാനിട വന്നു. എൻ്റെ അമ്മ എൻ്റെ അരികിലേക്ക് കടന്നു വന്നു, എന്നെ ആകെ തൊട്ട് തലോടി, എൻ്റെ മോളെ നീ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കഴിഞ്ഞ ക്രിസ്മസാണ്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ മോൾക്ക് ക്രിസ്മസ് കൂടണ്ടേ, എല്ലാവരും ക്രിസ്മസിന് എല്ലാവരും ഒരുങ്ങുമ്പോൾ അമ്മയുടെ മോളെ അമ്മ ICUയിലാണ് കിടത്തുന്നതെന്ന് ഞാൻ അമ്മയോട് ഒത്തിരി പൊട്ടിക്കരഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പേര് വെട്ടിത്തരാം, പരിശുദ്ധ അമ്മയോട് ഈശോയോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കൊല്ലം ക്രിസ്മസ് കൂടണം. ക്രിസ്മസ് കൂടാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കും. പരിശുദ്ധ അമ്മയെ ഉണ്ണി പിറക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ണി പിറക്കണമെങ്കിൽ എനിക്ക് ഈശോനെ സ്വീകരിക്കണം. അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ ICUയിൽ മാറ്റി. പിറ്റേ ദിവസം എന്നെ പേര് വെട്ടി. പാപം നിറഞ്ഞ ലോകത്തിൽ ഞാൻ പാദങ്ങളിടറാതെ മുന്നേറുവാൻ, പാപം നിറഞ്ഞ ലോകത്തിൽ ഞാൻ പാദങ്ങളിടറാതെ മുന്നേറുവാൻ, കൈപിടി
എനിക്ക് നട്ടലിൽ നിന്ന് ഒരു അസുഖം വന്നു. നട്ടലിൽ നിന്ന് അസുഖം വന്നപ്പോൾ എൻ്റെ നട്ടൽ വളപ്പിച്ചിട്ടാണ്, ഒരു ശിശുക്കളെ പോലെ നട്ടൽ വളപ്പിക്കും. ആ വളപ്പിച്ചിട്ടാണ് എന്നെ നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തത്. ആദ്യത്തെ പ്രാവശ്യം വെള്ളം കുത്തിയെടുത്തപ്പോൾ, രണ്ടാമത്തെ പ്രാവശ്യം ഡോക്ടർ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പഴുപ്പാണ് എൻ്റെ തലയിൽ. അപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയി ഉല്ലസിക്കുമായിരുന്നു. എനിക്ക് പ്രാവിനെ പോലെ ചിറകൊന്നുമില്ല ഈശോയെ. പരിശുദ്ധ അമ്മ, എനിക്ക് ചിറകൊന്നുമില്ല. അമ്മയുടെ മകനോട് അമ്മ പ്രാർത്ഥിക്കില്ലേ മധ്യസ്ഥം ചോദിച്ചിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനൊരു വചനം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഞാൻ നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഞാൻ പോകുകയാണ്. അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ വചനം എടുത്ത് നോക്കിയപ്പോൾ എനിക്കന്ന് കിട്ടിയ വചനമാണ് സങ്കീർത്തനം 55:6-7 തിരുവചനം. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ നീ പറന്നുപോയി ഉല്ലസിക്കുമായിരുന്നല്ലേ. ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറഞ്ഞു. അമ്മ പറഞ്ഞു, വേദനയുടെ നിമിഷത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞു, അമ്മേ, അമ്മയുടെ ഗീതം, ഈശോയുടെ ഗീതം എന്നിൽ നിറവേറ്റാനായിട്ട് അമ്മ എനിക്ക് വേണ്ടി ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നട്ടിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ പോയി. ആ വെള്ളം കുത്തിയെടുക്കുമ്പോൾ ഒരു വേദന തീരും മുമ്പ് എനിക്ക് വേറെ മറ്റൊരു വേദന വന്നു. എൻ്റെ ഞരമ്പ് കൂടെ ഒരു ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ഈ വേദനയുടെ അവസ്ഥയിലും ഞാൻ ജപമാല ചൊല്ലി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട്, അവിടെയും എൻ്റെ അരികിൽ കടന്നു വന്നുകൊണ്ട്, സുഹൃതഭാഗിനിയായ അമ്മ എൻ്റെ അരികിൽ കടന്നു വന്നുകൊണ്ട് എന്നെ തൊട്ട് അടി തൊട്ട് മുടി വരെ എന്നെ ഒഴിഞ്ഞു പറഞ്ഞു, മോളെ, നിൻ്റെ കൂടെ ഞാനില്ലേ, എൻ്റെ മോൾ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മേൻ്റെ കൂടെ വായി അമ്മേ, എൻ്റെ വേദന സഹിക്കാൻ എനിക്ക് ശക്തിയില്ലാട്ട അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴമ്മ എൻ്റെ അരിയിലേക്ക് കടന്നു വന്നത് സ്വർഗത്തിലിരുന്ന് റോസ പുഷ്പങ്ങളെ വർഷിക്കുന്നത് പോലെ അമ്മയുടെ മുഖം സൂര്യനെ പോലെ ഉടയാടിയ മുഖം വന്ന് അമ്മേൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് അമ്മേനെ തൊട്ട് സ്പർശിച്ചു. അമ്മ പറഞ്ഞു, മോളെ, ഈ രോഗം ഞാൻ ഈശോയോട് പറഞ്ഞ് ഇപ്പം തന്നെ മാറ്റിത്തരാം. ഈ നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് 48 മണിക്കൂർ അനങ്ങാണ്ട് കിടക്കണം. ഈ വേദനയും ആ വേദനയും കൂടി ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ അന്ന് സഹിച്ചത്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അരികിൽ എന്നെ ആശ്വാസമായി. എൻ്റെ അമ്മ എൻ്റെ അരികിൽ കടന്നു വന്ന ആ നിമിഷം മുതൽ എൻ്റെ ഞരമ്പുടെ ചിക്കൻ ബോക്സിൻ്റെ വേദന ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയായി. നട്ടിൽ നിന്ന് വേദന പിന്നെ കുറേശ്ശെ മാറി. അവിടെയും പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു. ഓരോ വേദനകൾ വരുമ്പോഴും അമ്മ എനിക്ക് ഒത്തിരി ആശ്വാസ സമാധാനമായി അമ്മ ഈശോടൊപ്പം കടന്നു വന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. in